ലോകമാകെ വാഹന നിർമ്മാണ വ്യവസായ മേഖലയിൽ ആശങ്ക പരത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും അനുബന്ധ ഘടകങ്ങൾക്കും 25% തീരുവ ചുമത്താനാണ് തീരുമാനം. വാഹനങ്ങളുടെ ഇറക്കുമതിക്കുള്ള തീരുവ ഏപ്രിൽ 2-ന് പ്രാബല്യത്തിൽ വരും. വാഹന ഘടക ഇറക്കുമതിക്ക് മെയ് മുതലാകും ബാധകമാകുക. ആഗോള കാർ വ്യവസായത്തിനും വിതരണ ശൃംഖലയ്ക്കും ഈ തീരുമാനം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കും. US-ലെ വാഹന വ്യവസായത്തിന് പുതിയ തീരുമാനം ഊർജ്ജമേകുമെന്നും തൊഴിലും നിക്ഷേപവും വർദ്ധിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. രാജ്യത്ത് ഫാക്ടറി തുടങ്ങിയാൽ തീരുവ ഒഴിവാക്കി തരാമെന്നാണ് വാഗ്ദാനം. അതേസമയം US-ലെ വാഹന ഉൽപാദന രംഗത്ത് വലിയ തിരിച്ചടികൾക്ക് ഇത് കാരണമാകുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന സ്പെയർ പാർട്സുകളുടെ തീരുവ കൂടുന്നതോടെ US-ലെ കാർ ഉൽപാദനവും ചെലവേറിയതാകും. ഇത് കാർ വിപണിയിൽ വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നാണ് കരുതുന്നത്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്പെയർ പാർട്സിന് തീരുവ ഉയർത്തിയാൽ തന്നെ US-ൽ $4,000 മുതൽ $10,000 വരെ കാറുകൾക്ക് വില കൂടിയേക്കും. കഴിഞ്ഞ വർഷം 80 ലക്ഷം കാറുകളാണ് US ഇറക്കുമതി ചെയ്തത്. $24,000 കോടി വ്യാപാരം. രാജ്യത്ത് നടക്കുന്ന ആകെ കാർ കച്ചവടത്തിന്റെ പകുതി വരും ഇത്. 2024-ൽ $47,400 കോടി വാഹന ഉൽപ്പന്നങ്ങളും US ഇറക്കുമതി ചെയ്തു. മെക്സിക്കോയിൽ നിന്നാണ് കൂടുതൽ കാറുകൾ US-ൽ എത്തുന്നത്. ദക്ഷിണ കൊറിയ, ജപ്പാൻ, കാനഡ, ജർമ്മനി എന്നിവയാണ് US-ലെ മറ്റ് പ്രധാന കാർ ഇറക്കുമതിക്കാർ. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിൽ പല US കാർ കമ്പനികൾക്കും മെക്സിക്കോയിലും കാനഡയിലും പ്ലാന്റുകളുണ്ട്. ട്രംപിന്റെ തീരുമാനം വന്നതിന് പിന്നാലെ ലോകമാകെ ഓഹരി വിപണികളിൽ വാഹന കമ്പനികളുടെ ഓഹരി വിലകൾ ഇടിഞ്ഞു. US-ൽ ജനറൽ മോട്ടോഴ്സ്, സ്റ്റെല്ലാന്റിസ് തുടങ്ങിയ കാർ കമ്പനികളുടെ ഓഹരി വിലയിലും ഇടിവ് രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ ചർച്ചകൾക്കും തയ്യാറാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർ കയറ്റുമതിക്കാരായ ജപ്പാൻ അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനത്തെ നേരിട്ടുള്ള ആക്രമണമെന്നാണ് കാനഡ വിശേഷിപ്പിച്ചത്.